നിങ്ങൾക്കറിയാം, ഡൽഹി സ്ഫോടനം ഏകദേശം 12ഓളം പേരുടെയാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ആളുകൾ കൊല്ലപ്പെട്ടു. വളരെ ഭീകരമായ അന്തരീക്ഷമാണ് ആ ബ്ലാസ്റ്റ് നടന്ന റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് ഡൽഹി പോലീസ്, നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, ഇന്ത്യയുടെ മറ്റുള്ള സെക്യൂരിറ്റി ഏജൻസീസ്, ഇന്ത്യ മുഴുവനും ഇതിൻ്റെ ഓരോ വെർട്ടിക്കൽസും, അതായത് ഒരാളെ പോലും വെറുതെ വിടില്ല, അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തുന്നത്. എന്തായാലും ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അത് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വമാണ് ഇതിൻ്റെ റിസൾട്ട് കൊണ്ടുവരിക, ജസ്റ്റിസ് കൊണ്ടുവരിക. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് രാവിലത്തെ ന്യൂസുകളിൽ നിന്ന് അറിയാൻ സാധിച്ചത്, ജമ്മു ആൻഡ് കാശ്മീരിലും ഡൽഹിയിലും ജമാഅത്തെ ഇസ്ലാമി, അതായത് നിങ്ങൾക്കറിയാം മീഡിയ വൺ മാധ്യമം ന്യൂസ് പേപ്പർ, അപ്പോൾ അതിൻ്റെ മറ്റൊരു ചാപ്റ്ററാണ് ജമ്മു ആൻഡ് കാശ്മീരിലും ഡൽഹിയിലും മറ്റുള്ള ഭാഗത്തും. ഇത് ഓരോന്നും വേറെ വേറെയാണ്. ഇപ്പോൾ കേരളത്തിന് വേറെ, കർണാടകയ്ക്ക് വേറെ, തമിഴ്നാടിന് വേറെ, അതേപോലെ ജമ്മു ആൻഡ് കാശ്മീരിന് വേറെ, ഡൽഹിക്ക് വേറെ. പക്ഷേ ഇവരുമായിട്ട് വെൽ കണക്റ്റഡ് ആണ് ഓരോരുത്തരും. മൗമൂദി ആശയങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇസ്ലാമിക രാജ്യം ഇന്ത്യയെ ആക്കിയെടുക്കുക, അതാണ് ഉദ്ദേശ ലക്ഷ്യം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 200ഓളം സ്ഥലങ്ങളിലാണ് ക്രാക്ക് ഡൗൺ റെയ്ഡ് നടന്നത്. വളരെയധികം പേരെ കസ്റ്റഡിയിലെടുത്തു. പോലീസ് ഒരു വിട്ടുവീഴ്ചയല്ല JNK പോലീസും സെൻട്രൽ റിസർവ് പോലീസും ഏജൻസികളും ശക്തമായ ക്രാക്ക് ഡൗൺ നടത്തുകയാണ്. അതിൽ നിന്നും അറിയാൻ സാധിച്ച പല ആൾക്കാരിൽ നിന്നും ചോദിച്ചറിയപ്പോൾ മനസ്സിലായത്, ഇതിനകത്ത് മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളെ വെച്ച് അതിൽ കൂടെ ഇസ്ലാമിക രാജ്യം, റാഡിക്കൽ ഇസ്ലാം ഉണ്ടാക്കിയെടുക്കുക, അത് അവരുടെ ഉദ്ദേശ ലക്ഷ്യമാണ്, പ്രത്യക്ഷത്തിലില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് മീഡിയ വണ്ണിലും ഈ മാധ്യമത്തിലൊക്കെ ഇത്ര മോശമായ ആൻറ്റി ഇന്ത്യ ഗ്ലോബൽ ടെററിസം, ഇതിനൊക്കെ അനുകൂലമായിട്ട്, ഹമാസിന് അനുകൂലമായിട്ട്, റാഡിക്കൽ ഇസ്ലാമിന് അനുകൂലമായിട്ടും, സൂയിസൈഡ് ചെയ്ത് പൊട്ടിച്ച് തെറിച്ചവന് അനുകൂലമായിട്ടും ഈ നരേറ്റീവ്സ് എഴുതുന്നതിൻ്റെ കാര്യം ഇതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയ കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ PFI, അതായത് അതിനെ ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ജമാഅത്തി ആയിരിക്കുമെന്ന് പറഞ്ഞു. കാരണം ഇതുമായിട്ട് അന്വേഷിക്കുന്ന പല ഏജൻസി ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് പിടികിട്ടിയത്, ജമാഅത്തി ഇസ്ലാമി കൊടുക്കുന്ന ഒരു ടോക്സിക് ഉണ്ട്. ആ ടോക്സിക് ഇന്ത്യയിലല്ല, ലോകം മുഴുവനും വ്യാപിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കൊച്ചു കേരളത്തിൽ നിന്ന് ഈ പറയുന്ന ഇസ്ലാമിൽ വിശ്വാസമുള്ള പല മലയാളികളെയും ഇവരതിൻ്റെ സപ്പോർട്ട് ബേസാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റിയിലും, ഡൽഹിയിലെ പല യൂണിവേഴ്സിറ്റികളിലും കേരളത്തിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ടോക്സിക് ക്രിയേറ്റ് ചെയ്യുക, ആൻറ്റി ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ള മുദ്രാവാക്യം ഇവരുടെ അജണ്ടയാണ്. ഇവരാണ് കോൺഗ്രസുമായിട്ട് ചേർന്നിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം. മനസ്സിലാക്കുക, ജമ്മു ആൻഡ് കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയെ ബാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെയും മാധ്യമത്തെയും ഈ മീഡിയ വണ്ണിനെ ബാൻ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്, ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. ഇവരുടെ ഫണ്ടിങ്, മറ്റുള്ള പരിപാടികൾ, ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസ്, ടെറർ ആക്ടിവിറ്റീസ്, അതേപോലെ ഹമാസിന് കൊടുക്കുന്ന സപ്പോർട്ട് ബേസ്, ഗ്ലോബലായിട്ടുള്ള പണം ഇടപാടുകൾ, ഇതിനെപ്പറ്റിയൊക്കെ പല അന്വേഷണവും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ അങ്ങനെ ഒരു ഓർഗനൈസേഷനെ കയറി ഇങ്ങനെ ബാൻ ചെയ്യാൻ പറ്റത്തില്ല. അതിനെ ഇവിടെ സുപ്രീം കോടതിയിലും മറ്റുള്ള കോർട്ടിലൊക്കെ ചോദ്യം ചെയ്യാം. ഈ ജമാഅത്തിയുടെ ഒരു മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ഏറ്റവും കൂടുതൽ വിഷം അത് മാത്രമാണ് അവർ എല്ലാത്തിനും ഒരു മുസ്ലിം ആംഗിൾ കൊണ്ടുവരും. ആ ആംഗിളിൽ കൂടെ അവർ ടെററിസം പെനട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം ഇത് അറിയാൻ സാധിക്കുന്നത്, നിങ്ങൾക്കറിയാം, നേരത്തെ ഈ മീഡിയ വണ്ണിനെ ഗവൺമെൻറ് ലൈസൻസ് കൊടുത്തില്ല. പിന്നീട് അവർ സുപ്രീം കോടതി വന്നിട്ടാണ് ലൈസൻസ് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നത്. പിന്നീട് അവർ ആ ഒരു സന്ദർഭത്തിൽ
ലൈസൻസ് കൊടുക്കാതിരുന്ന സമയത്ത്, അവർക്ക് സ്റ്റേ കിട്ടിയ സമയത്ത് അവർ യൂട്യൂബിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് ഇത് കൂടുതലായിട്ട് പെനട്രേഷൻ ഉണ്ടാക്കിയത്. ഇത് ഈ പറയുന്ന ബാർക്കിൽ ഇതിനകത്തൊന്നും ആൾക്കാരൊന്നും ഈ സാധനം വലുതായിട്ടൊന്നും കാണുന്നൊന്നുമില്ല. പക്ഷേ ഇവരുടെ ഒരു ബേസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിക്കകത്തൊരു ഫ്രിഞ്ച് എലമെൻ്റ് ഉണ്ടാക്കിയിട്ട് ടെറർ, അതായത് ഭീകരവാദം സ്പ്രെഡ് ചെയ്യുക, അതായത് മൈൽഡായിട്ട് ആൾക്കാരെ കൊണ്ടുവരിക, എഡ്യൂക്കേറ്റഡ് ക്ലാസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അങ്ങനെ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിനെ കൊണ്ടുവന്നിട്ട് അവരിലൂടെ ഇത് പെനട്രേറ്റ് ചെയ്യുക. ഇതാണ് വലിയ ഭീകരമായ സംഭവമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് സമയത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ പ്ലാറ്റ്ഫോമുകളും സോഷ്യൽ മീഡിയ കൂടെ മുഴുവനും എന്താണ് പറഞ്ഞത്? ടെററിസത്തിന് വേണ്ടിയാണ് അവർ നിന്നത്. ഗ്ലോബലായിട്ട് ടെററിസം നടക്കുമ്പോൾ അതിനെല്ലാം അങ്ങ് ജസ്റ്റിഫൈ ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയിൽ ഈ കൊച്ചു കേരളത്തിൽ, അതുകൊണ്ടാണ് എനിക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയായ കോൺഗ്രസിനോട് CPM-നോടും ഇവരെ നിങ്ങൾക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? അവർ ഇന്ത്യക്ക് വേണ്ടി നിലനിൽക്കുന്നവരല്ല. നമുക്ക് ഇന്ത്യയിൽ ജനാധിപത്യമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ആരെയും ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷേ ഒരു ഇസ്ലാമിക രാജ്യം കൊണ്ടുവന്ന് ഇവിടുത്തെ ശത്രുക്കളെ മുഴുവനും ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിനെതിരെ, അതായത് പോർവിളി നടത്തി യുദ്ധം ചെയ്ത് തകർക്കുക, അതായത് ബോംബ് ബ്ലാസ്റ്റും അങ്ങനെയുള്ള പരിപാടികൾ ചെയ്ത് തകർക്കുക, അതിൻ്റെ ഭാഗമായിട്ട് അതൊരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായ ജമാഅത്തെ ഇസ്ലാമി, അവരുടെ വെൽഫെയർ പാർട്ടി, അവരുടെ മീഡിയ ആക്ടിവിറ്റീസ്, ഇതൊക്കെ അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് കേരളത്തിൽ വെച്ച് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലാണ് കേരളത്തിലെ മുസ്ലിം ലീഗ്. കുഞ്ഞാലിക്കുട്ടിക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും, സാദിഖ് അലി തങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. അവരതിനെ പൂർണ്ണമായിട്ടും അങ്ങ് ഹൈജാക്ക് ചെയ്തു. അതുകൊണ്ടാണ് ചന്ദ്രിക പത്രത്തിൽ ആ ലേഖനം അഹിയ സോഫിയൊക്കെ കയറി വരാൻ കാരണമെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലുള്ളവർക്കൊന്നും ഇതിനോട് താല്പര്യമൊന്നുമില്ല. പക്ഷേ അതിനകത്ത് മുഴുവൻ ലീഡർഷിപ്പിനകത്ത് KM ഷാജിയും മറ്റുള്ളവരൊക്കെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ലീഗിന് ജമാഅത്തെ ഇസ്ലാമി ഇല്ലാതെ പോകാൻ പറ്റത്തില്ല എന്ന തീരുമാനത്തിൽ കോൺഗ്രസിനെ കൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. CPM-ഉം മോശമല്ല, ഇവർ രണ്ടും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പം ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ, വരാനുള്ള ദിവസങ്ങളിൽ ഈ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഈ സാധനത്തെ ബാൻ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡൽഹി സ്ഫോടനം തന്നെ, ഇവരുടെ ലിങ്കുകൾ, പല യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ്, പല അധ്യാപകർ, അതേപോലെ പല ബ്യൂറോക്രാറ്റ്സ്, ഹൈ എൻഡിൽ ജോലി ചെയ്യുന്ന പല ടെക്നോക്രാറ്റ്സ്, അതേപോലെ തന്നെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ഇപ്പം ഇവരെയൊക്കെ ചേർത്ത് ഇന്ത്യയിൽ ടെററിന് വേണ്ടി അനുകൂലമായി അതിന് ഫണ്ടിങ്, ഈ പറയുന്ന ടോക്സിക് ഐഡിയോളജി എല്ലാം കൊടുക്കുന്ന ജമാഅത്തിയുടെ അവരാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമി ഈ ഭൂമുഖത്തുനിന്ന് മാറിയേ മതിയാവത്തുള്ളൂ. അത് നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. ബംഗ്ലാദേശിൽ ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൂടെ ചേർന്ന് ന്യൂജൻ റവല്യൂഷൻ പറഞ്ഞ് മുഴുവനൊരു ദൂരെ കളഞ്ഞു. എത്ര പേരെയാണ് കൊന്നത്, എത്ര ഇന്ത്യക്കാർ, ഹിന്ദുക്കളായിട്ടുള്ളവരെയാണ് ഇവർ നശിപ്പിച്ചത്. ലോകം മുഴുവനും ജമാഅത്തിക്കാർ, അതായത് ഇന്ത്യയിൽ നിന്ന് പോകുന്നവരും ഇന്ത്യക്കാർ സപ്പോർട്ട് ചെയ്യുന്നവരും വ്യാപിച്ചിട്ടുണ്ട്. കാരണം മലയാളികൾ ലോകം മുഴുവനുമുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ടോക്സിക്കും ഈ പറയുന്ന ടെറർ, അതിൻ്റെ മുദ്രാവാക്യങ്ങളും സ്ലോഗൻസുമായിട്ട് നടക്കുന്ന ജമാഅത്തിക്ക് ഇനിയും കേരളത്തിൽ വലിയ ഭാവിയൊന്നുമില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മോദി ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ടാണ് ആക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരാളെയും വെറുതെ വിടത്തില്ല. പല രീതിയിൽ പല തലങ്ങളിൽ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നൊരു കൂട്ടർ തന്നെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അവർക്ക് ഈ പറയുന്ന ഇൻ്റലക്ച്വൽ ബേസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് പേരെ ഹിന്ദുവിൽ നിന്ന് എടുക്കുക, കുറേ ക്രിസ്ത്യാനിയിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ഒരു പബ്ലിക്കിന് മുമ്പിൽ കാണിക്കുക, എന്നിട്ട് പറയുന്നത് മുഴുവനും വിഷമാണ്. ഈ പറയുന്ന ടെറർ ബോംബ് ബ്ലാസ്റ്റിനേക്കാളും വലിയ വിഷമാണ് ഇവർ ഈ മീഡിയയിൽ കൂടെ ഒരു ഉണ്ടാക്കി വിടുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടി മേജറായിട്ടുള്ള, ഇതാണ് ഏറ്റവും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ജനങ്ങളുടെ മുമ്പിൽ വലിയ സമാധാനക്കാർ. എന്ത് സമാധാനം? ലോകത്ത് ഏറ്റവും കൂടുതൽ ടെററിസം എടുക്കുക, അതിൻ്റെ അകത്തൊരു 95% ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. എന്തുകൊണ്ട് അങ്ങനെ പോയി?
അതിനെപ്പറ്റിയുള്ള റിസർച്ചുകളും പരിപാടിയും ലോകം മുഴുവനുമുണ്ട്. ഇതിനെപ്പറ്റി കേരളത്തിൽ പറയാൻ പറ്റത്തില്ല. പറ്റിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം. നേരത്തെ കേരളത്തിൻ്റെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ ആൻറ്റി റാഡിക്കലൈസേഷൻ, അതായത് ഈ റാഡിക്കൽ ഇസ്ലാമിലോട്ട് പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വലിയ പ്രയത്നം നടത്തി. പക്ഷെ അതിനെ വരെ അങ്ങ് എതിർക്കുകയാണ്. അതാണ് പറഞ്ഞത്, ഇവരുടെ ഉള്ളിലിരിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ ഈ ലോകത്തെ നശിപ്പിക്കുക, ഇന്ത്യക്കാരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ നശിപ്പിക്കുക, ഇസ്ലാമിക രാജ്യമായിട്ട് ഇന്ത്യയെ കൊണ്ടുവരിക. അതിനുവേണ്ടിയാണ് ഈ ചാനലും ഈ പറയുന്ന മാധ്യമം പത്രങ്ങളെല്ലാം പൂർവ്വം ശ്രമിക്കുന്നത്. അതിനകത്തൊന്ന് രണ്ട് ഹിന്ദുക്കളെയും കുറച്ച് ക്രിസ്ത്യാനികളൊക്കെ പേരിന് വെച്ചിട്ടുണ്ട്. അജണ്ട ഇത് തന്നെയാണ്. ഇതിനെ ബാൻ ചെയ്യേണ്ട സമയം നേരത്തെ കഴിഞ്ഞതാണ്. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് വളരെ തൃപ്തിയുണ്ട്. മോദി ഗവൺമെൻറ് ഇതിനെ ബാൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ജമാഅത്തിയായിട്ട് നടക്കുന്നവന്മാരെ പിടിച്ച് ജയിലിലിടാനും സാധ്യതയുണ്ട്. അതായത് വരാനുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ ജമാഅത്തിയെ ബാൻ ചെയ്തതോടുകൂടി കേരളത്തിൻ്റെ പൊളിറ്റിക്സ് മാറുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല.